ഹായ് ഓൾ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കണത് ഒരു LGS എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. LGS എക്സാം ഫോക്കസ് ചെയ്ത് ഞാൻ പഠിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വീഡിയോ ആണ് എത്ര മണിക്കൂർ പഠിച്ചാൽ നമുക്ക് LGSൻ്റെ മെയിൻ ലിസ്റ്റിൽ കയറാമെന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ ചെയ്തത് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്ന ടൈം എപ്പോഴൊക്കെയാണെന്നുള്ളത് ഒരു ഡയറിയിൽ എഴുതി വെച്ചു. അതിൽ ഉച്ചയ്ക്ക് മുൻപായിട്ട് 3 മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്കൂറും പിന്നെ നൈറ്റ് 2 മണിക്കൂർ, അങ്ങനെ മൊത്തത്തിൽ ഒരു 9 മണിക്കൂറാണ് സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ ടൈമൊക്കെ ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളതും നല്ല ക്ലിയറായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നു. ഈ പഠിക്കുന്ന മണിക്കൂറുകളിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഞാൻ എന്തെങ്കിലും കുറച്ച് വീട്ടിലെ പണി എന്തെങ്കിലും ചെയ്യും. വീട്ടുപണി ആദ്യം തന്നെ തീർത്തിട്ട് മൊത്തം ഇരുന്ന് പഠിക്കുക, അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. അന്ന് പഠിക്കണതിൻ്റെ ഇടയ്ക്കൊന്ന് ബോറടിച്ച് തുടങ്ങുമ്പോൾ ഞാൻ വീട്ടിലെന്തെങ്കിലും ക്ലീനിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അങ്ങനെ ഇടയ്ക്ക് പണി ചെയ്യുക, ഇടയ്ക്ക് പഠിക്കുക, അങ്ങനെയായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ഒരു 9 മണിക്കൂറെങ്കിലും പഠിച്ചാലേ നമുക്ക് അത് നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്തൊക്കെ പോകാൻ പറ്റുള്ളൂ. ഈ 9 മണിക്കൂർ നമ്മൾ എപ്പോഴൊക്കെ പഠിക്കണം എന്നുള്ളത് ഒരാളെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെ ആയിരിക്കും. അപ്പോൾ ഈ പഠിക്കുന്ന ടൈം ഏതൊക്കെയെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. പക്ഷേ പഠിക്കേണ്ട ഈ 9 മണിക്കൂർ തന്നെ പഠിക്കേണ്ടി വരും. നമുക്ക് ചിലവർക്ക് രാവിലെ എഴുന്നേറ്റ് ഇന്ന് കുറേ നേരം പഠിക്കാൻ പറ്റും. ചിലവർക്ക് വൈകി ഉറങ്ങിയാലും കുഴപ്പമുണ്ടാവില്ല, നൈറ്റ് കുറേ നേരം ഇരുന്ന് പഠിക്കുക, അങ്ങനെയായിരിക്കും. അപ്പോൾ ഒരാളെപ്പോലെ തന്നെ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയ പിന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ വീട്ടുപണി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഇടയ്ക്ക് വീട്ടുപണി ചെയ്യലൊന്നും നടക്കുകയൊന്നുമില്ല. വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ നമുക്ക് അതാത് പണികൾ കറക്റ്റ് ടൈമിൽ ചെയ്തേ പറ്റുള്ളൂ നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടാകും. എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ പഠിക്കാനിരിക്കും അങ്ങനെയല്ല കേട്ടോ. ഒരു പിള്ളേരെയൊക്കെ ക്ലാസ്സിൽ വിട്ടിട്ട് 10 മണിക്കുള്ളിൽ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അലക്കാനുള്ളതൊക്കെ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നമ്മളൊന്ന് പഠിച്ച് ഒന്ന് മടുപ്പ് തോന്നുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് വാഷിംഗ് മെഷീനിലിടും. പിന്നെ കുക്കിങ്ങൊക്കെ പിന്നെ മാക്സിമം ഞാൻ രാവിലെ കിച്ചണിൽ കയറുന്ന ടൈമിൽ തന്നെ തീർത്ത് വെക്കും. ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടൈം ടേബിളിൽ പഠിക്കുമ്പം കൂടുതലും ഞാൻ റാങ്ക് ഫയലും SCERT യൂസ് ചെയ്താണ് പഠിക്കാറ്. ഫോൺ മാക്സിമം യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്താൽ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ ടൈം വേസ്റ്റ് ആക്കും. അപ്പോൾ കൂടുതലായിട്ട് വായിക്കാനാണ് ശ്രമിക്കാറ്. പിന്നെ മാത്സൊക്കെ ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഫോൺ വേണ്ടി വരും. അത് ഈവനിങ് ഒരു 5 to 6 PM വരെയാണ് മാത്സിൻ്റെ ടൈം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ ടൈമിൽ മാത്രമാണ് ഫോൺ യൂസ് ചെയ്ത് പഠിക്കൽ. അല്ലാത്തപ്പം ഞാൻ എഴുതി വെച്ചാണ് നോട്ട്സുകൾ അല്ലെങ്കിൽ റാങ്ക് ഫയൽ SCERT അതൊക്കെയാണ് വായിക്കാറ്. പഠിക്കാനിരിക്കുമ്പോൾ ഒരു റഫ് ബുക്കും പെൻസിലും മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് മെമ്മറിയിൽ നിൽക്കില്ല എന്ന് ഉറപ്പുള്ളത് ഞാൻ വീണ്ടും എഴുതും, അങ്ങനെയാണ്. ഡൈനിങ് ഹാളിൽ ഇരുന്നാണ് ഞാൻ കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ അങ്ങോട്ടേക്കും ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാൻ LGS എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ 9 മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിച്ചാലേ നമുക്ക് റിവിഷനും എല്ലാം ചെയ്ത് സെറ്റായിട്ട് മെയിൻ ലിസ്റ്റിലെത്താൻ പറ്റുള്ളൂ.